ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള ചൂടേറിയ വാഗ്വാദത്തിന് ശേഷം റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുഎസ് നൽകിയ പിന്തുണയ്ക്ക് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും നന്ദി പറഞ്ഞിരിക്കുന്നു. യുക്രൈന്റെ പ്രതിരോധശേഷി സഖ്യകക്ഷികളെ ആശ്രയിച്ചിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഓവൽ ഓഫീസിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന ചൂടേറിയ ഏറ്റുമുട്ടലിന് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യക്കെതിരായ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ തുടർച്ചയായ പിന്തുണയ്ക്ക് വേണ്ടി നന്ദി പ്രകടിപ്പിച്ച് സെലൻസ്കി രംഗത്തെത്തിയത്. യുക്രൈന്റെ പ്രതിരോധശേഷി രാജ്യത്തിന്റെ സഖ്യകക്ഷികളിലാണെന്ന് പറയുന്ന സെലൻസ്കിക്ക് ട്രംപിന് വിശ്വാസമില്ലെന്ന് നേരത്തെ ജെ.ഡി. വാൻസ് ആരോപിച്ചിരുന്നു. യുഎസുമായുള്ള ചൂടേറിയ ഏറ്റുമുട്ടലിന് 2 ദിവസത്തിന് ശേഷമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സെലൻസ്കി റഷ്യക്കെതിരായ യുക്രൈന്റെ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണയ്ക്കുള്ള നന്ദി വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് സെലൻസ്കി യുഎസ് സഹായത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞത്. തീർച്ചയായും അമേരിക്കയുടെ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൂടാതെ യുഎസിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്, സെലൻസ്കി പറഞ്ഞു. ഞങ്ങൾക്ക് നന്ദി തോന്നാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ചതിനുള്ള നന്ദിയാണിത്. യുക്രൈനിലെ ഞങ്ങളുടെ പ്രതിരോധശേഷി ഞങ്ങളുടെ പങ്കാളികൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അവരുടെ സ്വന്തം സുരക്ഷയ്ക്കും വേണ്ടിയും, സെലൻസ്കി കൂട്ടിച്ചേർത്തു. ട്രംപും വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായുള്ള വാക്പോരുകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ പരാമർശങ്ങൾ. യുഎസ് സഹായത്തിന് വേണ്ടത്ര മതിപ്പ് കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇരുവരും സെലൻസ്കിയെ കണക്കിന് ശകാരിച്ചതിന് പിന്നാലെയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ പുതിയ പരാമർശങ്ങൾ. യുദ്ധം പരിഹരിക്കാൻ റഷ്യയുമായി നയതന്ത്ര ചർച്ചകൾക്ക് വാൻസ് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ കൈമാറ്റം പെട്ടെന്ന് വർദ്ധിച്ചു. സെലൻസ്കി ഈ നിർദ്ദേശം നിരസിച്ചു. തുടർന്ന് ട്രംപ് യുക്രൈനിയൻ നേതാവിനെ ശാസിച്ചു. അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ യുക്രൈൻ ഇതിനകം റഷ്യൻ സേനയുടെ കൈകളിൽ വീഴുമായിരുന്നുവെന്നും ട്രംപ് തറപ്പിച്ചു പറഞ്ഞു. സെലൻസ്കി പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇറക്കിവിട്ടതാണോ ഇറങ്ങിപ്പോയതാണോ എന്ന വിവാദങ്ങളും അതിനു പിന്നാലെ എത്തി. ആസൂത്രിതമായ സംയുക്ത പത്രസമ്മേളനം ഒഴിവാക്കിയത് മാത്രമല്ല, യുഎസും യുക്രൈനും തമ്മിലുള്ള ഒരു നിർണായക ധാതുകരാർ ഒപ്പിടാതെ അവശേഷിക്കുകയും ചെയ്തു. എന്നാൽ ലണ്ടനിൽ നടന്ന ഒരു ഉന്നത സുരക്ഷാ ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇതിൽ സെലൻസ്കിയുടെ പ്രതികരണങ്ങൾ വന്നത്. യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മക്രോൺ, കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ, ഇറ്റലിയുടെ ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ യുക്രൈനിനെ പിന്തുണയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്തു. എല്ലാവരും യുക്രൈന്റെ കാര്യത്തിൽ ഐക്യത്തിലാണ്. സമാധാനം യാഥാർത്ഥ്യമാകണമെങ്കിൽ യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടികൾ ആവശ്യമാണെന്ന് സെലൻസ്കി പറഞ്ഞു. യുകെയും തുർക്കിയും ചേർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന്റെ നിലപാട് പങ്കിട്ടുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ട്രംപിന്റെയും സെലൻസ്കിയുടെയും ചർച്ചയുടെ തുടക്കത്തിൽ നേതാക്കൾ പരസ്പരം കൈകുലുക്കിയും പുഞ്ചിരിച്ചും സ്വീകരിച്ചുകൊണ്ട് കൂടിക്കാഴ്ച ഔപചാരികമായി തന്നെ നടന്നു. പ്രതീക്ഷിച്ചതുപോലെ ട്രംപ് നേരത്തെ അധികാരത്തിലിരുന്നെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്ന് ട്രംപ് വീമ്പിളക്കി. എന്നിരുന്നാലും 2022 റഷ്യയാണ് അധിനിവേശത്തിന് തുടക്കമിട്ടതെന്ന വസ്തുത അവഗണിച്ച് ട്രംപ് സൂക്ഷ്മമായി യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം യുക്രൈനിലേക്ക് ചാർത്താൻ തുടങ്ങിയപ്പോൾ സ്ഥിതി മാറി. സാധാരണ യോഗങ്ങളിൽ മൗനം പാലിച്ചിരുന്ന വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ സഖ്യത്തെ ചോദ്യം ചെയ്ത ഒരു റിപ്പോർട്ടർക്ക് മറുപടിയായി ഇടപെട്ടപ്പോഴാണ് യഥാർത്ഥ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വെടിനിർത്തൽ നിർദ്ദേശത്തെ ചൊല്ലിയുള്ള നിലവിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറല്ലെന്ന് വാൻസ് ആരോപിക്കുകയും പൊതു നയതന്ത്ര യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു. 4 വർഷമായി പത്രസമ്മേളനത്തിൽ എഴുന്നേറ്റ് നിന്ന് വ്ളാഡിമിർ പുടിനെക്കുറിച്ച് കർശനമായി സംസാരിച്ച ഒരു പ്രസിഡന്റ് നമുക്കുണ്ടായിരുന്നു. എന്നിട്ടും പുടിൻ ഇപ്പോഴും യുക്രൈനിനെ ആക്രമിക്കുകയും രാജ്യത്തിന്റെ ഒരു പ്രധാന ഭാഗം നശിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ സമാധാനത്തിലേക്കുള്ള പാത നയതന്ത്രത്തിലായിരിക്കാമെന്നും വാൻസ് വാദിച്ചു. സംഘർഷം രൂക്ഷമായപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിനോട് സെലൻസ്കി അനാദരവ് കാണിച്ചുവെന്നാണ് വാൻസ് ആരോപിച്ചത്. യുക്രൈന്റെ യുദ്ധകാല തന്ത്രത്തെയും അദ്ദേഹം വിമർശിച്ചു. നിങ്ങൾക്ക് മാനുഷിക ശക്തിയിൽ പ്രശ്നമുള്ളതിനാൽ മുൻനിരയിലേക്ക് നിർബന്ധിത സൈനികരെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ പ്രസിഡന്റിനോട് നന്ദി പറയണം. പ്രത്യക്ഷത്തിൽ നിരാശനായ സെലൻസ്കി കൈകൾ കൂപ്പി. നിങ്ങൾ യുക്രൈനിലേക്ക് പോയിട്ടുണ്ടോ എന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു.